ഇത് ആക്ച്വലി ത്രൂ ഔട്ട് നടത്തുന്നത് കൊണ്ട് കുഴപ്പമില്ല. ബിക്കോസ് എൻ്റയർ കൺട്രി ഒന്ന് അലേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. പക്ഷെ പ്രൈമറി ആയിട്ട് 71 അല്ലെങ്കിൽ 65 ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫക്റ്റഡ് സ്റ്റേറ്റ്സ്, ഐ മീൻ മോസ്റ്റ്ലി ലൈക്ലി ടു അഫക്റ്റഡ് സ്റ്റേറ്റ്സ് എന്നുള്ള രീതിയിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അത് ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ഈവൻ ഡൽഹി, അത് കഴിഞ്ഞിട്ട് പിന്നെ ജമ്മു ആൻഡ് കാശ്മീർ, ഈവൻ ഹിമാചൽ, അങ്ങനെയായിരുന്നു ആദ്യം ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അതുപോലെ ഈസ്റ്റേൺ സ്റ്റേറ്റിലും ആ സമയത്തുണ്ടായിരുന്നു. അപ്പം പൊതുവെ ചെയ്യുന്നത് കൊണ്ട് അബ്സല്യൂട്ട്ലി നോ പ്രോബ്ലം. ബിക്കോസ് ഒരു ആക്ടിവിറ്റി എൻ്റെ ഒരു കൺട്രി ഒന്നിച്ച് ചെയ്യുമ്പോൾ ആൾക്കാരുടെ ഒരു സെന്റിമെന്റ്സ് ഒന്നിച്ച് വരികയും ചെയ്യും. പിന്നെ ബേസിക് എയിമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെററിസ്റ്റിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാടത്തരത്തില് അവരിപ്പം എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു രീതി, അവർ കോൺസിക്വൻസസ് അല്ലല്ലോ അവർ ഫേസ് ചെയ്യുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം സെൻസ് ഇല്ലാത്ത രീതിയിലുള്ള ഒരു ബിഹേവിയർ ആണല്ലോ ഇതുവരെ വന്നിട്ടുള്ളതും. അത് തന്നെയാണല്ലോ ഇന്റർനാഷണൽ ഫോറത്തിൽ പ്രതിഫലിക്കുന്നതും. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഈ മോക്ഡ്രിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അത് നമുക്ക് മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമുക്ക് അതിനൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ സാഹചര്യം വന്നിട്ടില്ലാത്തത് കൊണ്ട് ഒരുപക്ഷെ പഞ്ചാബ്, രാജസ്ഥാൻ അല്ലെങ്കിൽ ബോർഡർ ഏരിയയിലുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും അത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ രീതിയായിരിക്കും, പുതിയ ജനറേഷൻ എസ്പെഷ്യലി. അപ്പം അത് തീർച്ചയായിട്ടും കാഷ്വാലിറ്റി റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് പ്രൈമറി എയിം. അതായത് ഈ മിസൈൽ അറ്റാക്കുകൾ സാധാരണഗതിയിൽ ഉണ്ടാവുമല്ലോ. അപ്പം നമുക്ക് ഓൾറെഡി സെൻസർ ഉള്ളത് കൊണ്ടും എയർലി വാണിംഗ് ഉള്ളത് കൊണ്ടും നമുക്ക് അവരുടെ ആ ഒരു ഡിസ്റ്റൻസിൽ തന്നെ അറിയുമ്പോൾ സൈറൻസ് വരും. അപ്പോൾ സൈറൻ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് അഭയം പ്രാപിക്കുക അല്ലെങ്കിൽ ആ മാറി നിൽക്കുക, അങ്ങനെയുള്ള ഒരു അഡ്വാൻസ് ഇൻഫർമേഷൻ ആണ് കൊടുക്കുന്നത്. അപ്പം ആ രീതിയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാൻ പറ്റും എങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. വീട് അത്ര സേഫ് അല്ല, അതുപോലെ സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിലോട്ട് മാറി നിൽക്കുക എന്നുള്ള രീതിയിൽ ഇത് കോളേജിലും സ്റ്റുഡൻസിന് കൂടുതൽ ട്രെയിനിങ് കൊടുക്കുന്ന എസ്പെഷ്യലി NCC, അതുപോലെ NSS, അതുപോലെയുള്ള സ്റ്റുഡന്റ് ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ട്, വോളണ്ടിയർ ഓർഗനൈസേഷൻസ് ഉണ്ട്. ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനും സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷനും ആണ് ഇതിന്റെ ഇനിഷ്യൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതിനുള്ള ഡയറക്ഷൻസ് ഇഷ്യൂ ചെയ്യുകയും ചെയ്യും. അപ്പൊ നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെട്ട് പോയേ പറ്റുള്ളൂ ഇനി മുതലുള്ള സമയത്ത്, എസ്പെഷ്യലി ഈ ബോർഡർ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഇത് നമ്മൾ യുദ്ധം ആയി എന്നുള്ള രീതിയിലോട്ട് കടക്കണ്ട. പക്ഷെ ഇതൊരു പ്രിക്കോഷൻ ഇതെപ്പോഴും ചെയ്തേ പറ്റുള്ളൂ. ഇതെല്ലാം ഇപ്പോഴും നല്ലൊരു കാര്യം കൂടിയാണ്, ഇടയ്ക്കിടയ്ക്ക് ഒരു അലേർട്ട് വരിക എന്ന് പറഞ്ഞാൽ. അതർവൈസ് ജനറലി പീപ്പിൾ എസ്പെഷ്യലി ആ ഒരു അഫക്റ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ അല്ലെങ്കിൽ പോലും നമുക്ക് അതിനെക്കുറിച്ച് അത്ര ഗ്രാഹ്യമില്ലാത്തത് കൊണ്ട് അതിന്റെ ഒരു പിഞ്ച് മനസ്സിലാവത്തില്ല. അപ്പൊ അത് മനസ്സിലാക്കി വരുമ്പം നമ്മളൊന്ന് മനസ്സിലാക്കുന്ന കാര്യം, ഈ ബോർഡർ സ്റ്റേറ്റുകളില് ജമ്മു ആൻഡ് കാശ്മീർ അല്ലെങ്കിൽ രാജസ്ഥാൻ, പഞ്ചാബ് സ്ഥലങ്ങളിൽ ബോർഡറുമായിട്ട് ഷെയർ ചെയ്യുന്ന അവിടുത്തെ ആൾക്കാരുടെ ഒരു ജീവിതത്തിന്റെ ബുദ്ധിമുട്ട്, അതിന്റെ വൈഷമ്യം, അവിടെയെല്ലാം ഈ ബങ്കറുകൾ വീടിന് തുല്യമായിട്ടുള്ള സേഫ് ആയിട്ടുള്ള ബങ്കറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇപ്പൊ അവർക്ക് വേണ്ടി കൊടുത്തിരിക്കുകയാണ്, തുറന്നു കൊടുത്തിരിക്കുകയാണ്. അവർക്ക് പ്രത്യേകിച്ച് ഓരോ വില്ലേജുകളിലും 7 കിട്ടും. അത് വില്ലേജുകാർക്കറിയാം വാർഡനുസരിച്ചിട്ട് എവിടെയൊക്കെ ഏതാണ് അവരുടെ ഇയർമാർക്ക് ചെയ്തിട്ടുള്ള ഷെൽട്ടർ, ഞങ്ങൾ ഏത് ഷെൽട്ടറിലോട്ടാണ് പോകേണ്ടത്. അതുപോലെ ഗൈഡൻസ് കൊടുക്കും. പകൽ സമയം മാത്രമേ ഈ കുക്കിംഗ് നടത്താൻ പാടുള്ളൂ, രാത്രിയിലും കുക്കിംഗ് ഒന്നും പാടില്ല. അതുപോലെ പകലും ഇൻഫാക്ട് കോമൺ ആയിട്ട് വേണം, ഒരുപാട് സ്മോക്ക് ഒന്നും വരുന്ന രീതിയിൽ കുക്കിംഗ് പാടില്ല എന്ന്. ഇപ്പം അങ്ങനെയുള്ള രീതി കുറവാണ് ഈ വിറക് വെച്ചുള്ളത്. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ അഡ്വൈസറി ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത് ഒരിക്കലും തീ കൊണ്ടുള്ള അടുപ്പ് പുകയരുതെന്നുള്ള രീതിയിലാണ്. പുക കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അതൊരു ലിവിങ് സ്റ്റേഷൻ ആൾക്കാരുടെ അത് ആൾതാമസം കൊണ്ടെന്ന് മനസ്സിലാകുകയും അല്ലെങ്കിൽ ആ ഒരു ഡിസഡ്വാൻറ്റേജ് നമുക്കുണ്ട്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ഇത് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഏതൊക്കെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഏജൻസി പറയുമ്പോഴാണ് നമ്മൾ ഇതനുസരിച്ച് മുന്നോട്ട് പോകേണ്ടത്. റേഷൻ സ്റ്റോക്ക് ചെയ്യേണ്ടത് എങ്ങനെ സർവൈവ് ചെയ്യണം, ഓരോന്നിനും വാട്ടർ മാനേജ്മെന്റ് എങ്ങനെ ആയിരിക്കണം, ഉള്ള കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകണം, അബുണ്ടന്റ് ആയിട്ട് കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. എല്ലാത്തിനും ഒരു റെസ്ട്രിക്ഷൻ വരിക എന്നുള്ളതാണ് അതുകൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ലോങ് ടൈമിലേക്ക്, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം കഴിഞ്ഞ ടെററിസ്ഥാനിൽ അവർ 15 ദിവസം മുതൽ 3 മാസത്തേക്ക് റേഷൻ സ്റ്റോക്ക് ചെയ്യാനും അത്യാവശ്യമുള്ള കാര്യങ്ങൾ എസെൻഷ്യൽ ഐറ്റം സ്റ്റോക്ക് ചെയ്യാനും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെയുള്ള ഇപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലഡ് വന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. അതുപോലെ വാണിംഗ് കൊടുക്കാറുണ്ട്, ഇതൊക്കെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, എന്തൊക്കെ റേഷനാണ്, എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത്, സേഫ് ആയിട്ടിരിക്കുക എന്നുള്ള രീതിയിൽ. അതൊരു സിവിൽ ഡിഫൻസിന്റെ ഭാഗമായിട്ട് മാത്രം കണ്ടാൽ മതി. ബൈ ചാൻസിൽ അറ്റാക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു കാഷ്വാലിറ്റി റേറ്റ് ഉണ്ടാക്കാതിരിക്കുക, നമ്മൾ മാക്സിമം സേഫ്റ്റി നോക്കുക എന്നുള്ളതാണ്. അത് എല്ലാ രാജ്യങ്ങളിലും ചെയ്യുന്നതാണ്. അത് ജനീവ കൺവെൻഷൻ അനുസരിച്ചിട്ടുള്ള ഒരു റൂളും കൂടാണ്.
ഈ ബാറ്റിൽ യുദ്ധങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്തൊക്കെയാണ് സിവിൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പം നമ്മളും പ്രതീക്ഷിക്കുന്നുണ്ട്, ഒരു അറ്റാക്ക് ആസന്നമായിട്ടുണ്ട്, അവരും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ അത് ഏത് സമയത്തും ഉണ്ടാകുന്നത് കൊണ്ടുള്ള ഒരു ഇതാണ്. പക്ഷെ മീഡിയേഷൻ അതിനിടയ്ക്ക് വരാൻ പറ്റും. ഇതിനു മുമ്പ് കാർഗിൽ ഉണ്ടായപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം എന്ന് ചോദിച്ചാൽ അത് ശരിക്കും പറഞ്ഞ ഒരു ഫുൾ ഫ്ലഡ്ജ് അറ്റാക്കിലോട്ട് പോയിട്ടില്ല. അത് ഫുൾ ഫ്ലഡ്ജ് അറ്റാക്കിൽ പോകണമെങ്കിൽ നമുക്കറിയാമല്ലോ, ഇരു രാജ്യങ്ങളുടെയും പ്രസിഡന്റാണ് വാർ ഒപ്പിടേണ്ടത്. അതായത് പ്രമേയം പാസാക്കി. ഇന്നലെ ടെററിസ്ഥാൻ പ്രമേയം പാസാക്കി നാഷണൽ അസംബ്ലിയിൽ അവരുടെ പ്രസിഡന്റ് അതിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ദേ ആർ ഓൾറെഡി ഓൺ വാർ, കൺട്രി ഈസ് ഓൺ വാർ. സിമിലർലി നമ്മുടെ പ്രസിഡന്റിനാണ് അതിനുള്ള അധികാരം വാർ ഡിക്ലെയർ ചെയ്യാനുള്ളത്. അങ്ങനെയുള്ള ഒരു ഡിക്ലറേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. ഒന്ന്. രണ്ടാമത്, നമ്മൾ ലിമിറ്റഡ് ടാർഗറ്റ് വെച്ച് പോകുമ്പോൾ ഒരു ഫുൾ വാറല്ല. കൺട്രിയുമായിട്ട് നമ്മൾ ഒരിക്കലും വാർ ഡിക്ലെയർ ചെയ്തു എന്ന് പറയില്ല. രണ്ടാമത്, ഇന്ത്യ ഒരു കാരണവശാലും ലോക രാജ്യങ്ങൾക്ക് ഒരു സന്ദേശം അങ്ങനെ കൊടുക്കില്ല നമ്മൾ വാർ ഡിക്ലെയർ ചെയ്തു എന്നുള്ളത്. പിന്നെ അവര് ഡിക്ലെയർ ചെയ്ത് അവരൊരു അഗ്രഷൻ നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അടങ്ങിയിരിക്കില്ല, അത് ചെയ്യുകയും ചെയ്യും. നമ്മളുടെ ഇപ്പോഴും എനിക്ക് തോന്നുന്നത് നമ്മളുടെ മിലിറ്ററി ലീഡേഴ്സ്, പൊളിറ്റിക്കൽ എക്സ്പേർട്സ് ഒക്കെ മിലിറ്ററി ലീഡേഴ്സിന്റെ ഡിസിഷൻ അല്ലെങ്കിൽ അവരുടെ പ്ലാൻ എന്നത് യൂസ് കഴിഞ്ഞാൽ സെലക്റ്റീവ് ടാർഗറ്റ് അറ്റാക്ക് ആയിരിക്കാനാണ് ഇപ്പോഴും ഉള്ള സാധ്യത. ടാർഗറ്റ് സെലക്ട് ചെയ്ത് അറ്റാക്ക് ചെയ്യുക. അപ്പോൾ അതൊരു ഫുൾ വാറല്ല. പക്ഷെ അത് പിന്നെ കൺട്രോളിൽ നിന്ന് വിട്ടുപോകും. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടാർഗറ്റ് അറ്റാക്ക് ചെയ്യുമ്പോൾ അത് അവര് ആ രീതിയിൽ അവർ ടാർഗറ്റ് ആയിരിക്കില്ല അറ്റാക്ക് ചെയ്യുന്നത്. അവര് നമ്മൾ മാക്സിമം സിവിൽ കാഷ്വാലിറ്റീസ് ഒക്കെ വരത്തക്ക രീതിയിൽ ജനനിബിഡമായ പ്രദേശത്തോട്ട് മിസൈലൊക്കെ ഇടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അത് ഈ ലിമിറ്റഡ് വാർ ഒരു ഫുൾ ഫ്ലഡ്ജ് വാറിലോട്ട് പോകാനുള്ള സാധ്യതയായിട്ടാണ് കാണുന്നത്, അങ്ങനെ ഉണ്ടായാൽ. അപ്പം ഇതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് നമുക്ക് പറയേണ്ടി വരും. എല്ലാ രീതിയിലും നമ്മൾക്കും കൂടി, അതായത് ഒരു പ്രിക്കോഷൻ എടുക്കേണ്ട രീതി വരുമ്പോഴേക്കും നമ്മളെല്ലാം രാജ്യം ഒന്നാണെന്നുള്ള ഒരു സെന്റിമെന്റൽ ഫീലിംഗ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എടുക്കേണ്ട പ്രിക്കോഷൻസ് എന്തൊക്കെയുണ്ട്. ഇനിയും അടുത്ത നാളുകളിൽ ഓർഗനൈസേഷൻസ് ഒക്കെ ഇൻ കേസ് ഓഫ് വാർ എന്നുള്ള രീതിയിൽ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം വോളണ്ടിയർ ഓർഗനൈസേഷൻ ഒക്കെ ഫോം ചെയ്തിട്ട് അതിനുള്ള ബോർഡറിലേക്ക് ഹെൽപ്പ് ചെയ്യാനുള്ള രീതികളൊക്കെ നമ്മൾ മുന്നോട്ട് അതിനുള്ള ഡെസിഷൻസ് ഒക്കെ എടുക്കും. ഇവിടെ ഓർഗനൈസേഷൻസ് വരും, ആൾക്കാർ എല്ലാവരും എല്ലാവർക്കും ഡയറക്റ്റ് ആയിട്ട് പോയി ബാറ്റിൽ ഫീൽഡിൽ അറ്റാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ പങ്കെടുക്കാനോ പറ്റില്ല. പക്ഷെ ഇന്ത്യൻ ജനത ഏത് രീതിയിൽ ബാറ്റിൽ ഫീൽഡിൽ ഹെൽപ്പ് ചെയ്യാവോ ആ രീതിയിലുള്ള ഹെൽപ്പുകൾ ഒക്കെ ആയിട്ട് ഓർഗനൈസേഷൻ തയ്യാറെടുത്ത് ഇനിയുള്ള കാലങ്ങളിൽ അടുത്ത സ്റ്റേജിൽ മുന്നോട്ട് വരും. മീഡിയയും അതുപോലെ തന്നെ എല്ലാ ഓർഗനൈസേഷൻസും എങ്ങനെയാണ് അവരുടെ രീതിയിൽ അവരവരുടേതായിട്ടുള്ള രീതിയിൽ രാജ്യത്തെ സഹായിക്കാവൂ ആ രീതിയിൽ ഇനി മുന്നോട്ട് വരുന്നതായിട്ട് അടുത്ത ആഴ്ചകളിലൊക്കെ നമുക്കത് കാണാൻ പറ്റും. ഇതൊക്കെ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു രീതിയാണ്. അതായത് ഓൾ ആർ ഈഗർലി വെയിറ്റിംഗ് ഫോർ ദാറ്റ് D-Day. ആ D-Day എന്നുള്ളതാണ് പ്രധാനം. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എല്ലായ്പ്പോഴും പറയുന്ന പോലെ D1, D2, D3 അല്ലെങ്കിൽ D+8 വരെയൊക്കെ ഇത് പോകാൻ പറ്റും. അതായത് 8 days more. അത് പോയി കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരപ്പോഴത്തേക്ക് ഒരു സീസ് ഫയർ എന്നുള്ള പോസിബിലിറ്റി വരും. ഇത്രയും സമയത്തിനുള്ളിൽ നമ്മൾ നമ്മുടെ മാക്സിമം ഏരിയ പ്രൊട്ടക്ട് ചെയ്യുകയും എനിമിക്ക് മാക്സിമം പ്രഹരം കൊടുക്കുകയും ചെയ്യാൻ പറ്റിയാൽ അതാണ് നമ്മളുടെ വിജയം എന്ന് പറയുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.